ഹായ് ഓൾ, വെൽക്കം ടു റേസ് ഏഗൻ. നാളത്തെ എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സർക്യൂട്ട് പ്രോബ്ലംസ്. രണ്ട് ടൈപ്പ് സർക്യൂട്ട് ചോദിക്കും. ഒന്ന് പാരലൽ സമാന്തര സർക്യൂട്ട്, രണ്ട് സീരീസ് സർക്യൂട്ട്. ഈ രണ്ട് സർക്യൂട്ട് വന്നാലും കുട്ടികൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇതോടുകൂടി നമ്മളെ കൺഫ്യൂഷൻ തീർക്കുകയാണ് മക്കളെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു സമാന്തരമായ സർക്യൂട്ട്. നോക്കൂ, ഞാൻ ഇങ്ങനെ പറയാം, ഒരു പുഴ ഇങ്ങനെ ഒഴുകി പോവുകയാണേ. ആ പുഴ രണ്ട് കൈവഴികളായിട്ട് വേർപിരിയാണ്. സോ പുഴയിലെ വെള്ളം കൈവഴികളിലൂടെ വേർപിരിഞ്ഞു പോവുമല്ലോ. സോ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഒഴുകുന്ന വെള്ളം പുഴ രണ്ട് കൈവഴിയായപ്പോൾ രണ്ട് വഴിക്ക് പോയി. സെയിം സിറ്റുവേഷൻ, ഒഴുകുന്ന കറൻറ്റാണ് ഒഴുകുന്നത് അല്ലേ. ഈ കറൻറ്റ് ഐ എന്ന് പറയുന്ന കറൻറ്റ് രണ്ട് വയറുകളിലൂടെ വേർപിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? I1 കറൻറ്റും I2 കറൻറ്റുമായിട്ട് മാറും, വ്യത്യസ്ത കറൻറ്റായിട്ട് മാറും. ഇവിടെ നമ്മൾ രണ്ട് പ്രതിരോധങ്ങൾ ഘടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ പ്രതിരോധങ്ങൾക്ക്, ആ റെസിസ്റ്റേഴ്സിന് ലഭിക്കുന്ന കറൻറ്റ് എത്രയായിരിക്കും? ഇവന് I1 കറൻറ്റും ഇവന് I2 കറൻറ്റുമാണ് ലഭിക്കുക. ഇനി ശ്രദ്ധിച്ചേ, മറ്റൊരു പുഴ, ഈ പുഴ ഒഴുകുകയാണ്, കൈവഴികളില്ല, നേരെ അങ്ങോട്ട് പോവുകയാണ്. സോ അതേപോലെ നമ്മൾ പരിഗണിക്കുന്നതാണ് എന്ത്? ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് സർക്യൂട്ട്. ഇവിടെ നമ്മൾ രണ്ട് പ്രതിരോധങ്ങൾ ഘടിപ്പിച്ച് വെച്ചാൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ലഭിക്കുന്ന കറണ്ട് I കറൻറ്റ് ആയിരിക്കും, ഇവനെന്തായിരിക്കും? I തന്നെയായിരിക്കും, മാറ്റം ഉണ്ടാവില്ല. ഇനി ശ്രദ്ധിക്കണേ, കറണ്ട് വ്യത്യസ്തമാണെങ്കിൽ വോൾട്ടതയിൽ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. കറണ്ട് വ്യത്യസ്തമാണെങ്കിൽ വോൾട്ടതയിൽ വ്യത്യാസം ഉണ്ടാവില്ല, തുല്യമായിരിക്കും കേട്ടോ. ഇനി കറണ്ട് തുല്യമാണെങ്കിലോ? കറണ്ട് തുല്യമാണെങ്കിൽ വോൾട്ടേജ് എന്തായിട്ട് മാറും? വേർപിരിയും. ഈ കൺസെപ്റ്റ് അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം തുടങ്ങാം. സോ എന്താണ് ഒന്നാമത്തെ ചോദ്യം? ഇവിടെ ആദ്യം ചോദിക്കുന്നു, R1 ഒഴുകുന്ന വൈദ്യുതിയുടെ അളവ്, ഫൈൻഡ് ദ കറന്റ് പാസസ് ത്രൂ R1. സോ നമ്മൾ എങ്ങനെ ചെയ്യും? ഈ ഫിഗർ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പം തന്നെ നമ്മളൊരു കാര്യം ചെയ്യണം, കറണ്ട് അടയാളപ്പെടുത്തി വെക്കണം. ദാ കറണ്ട് ഇങ്ങനെ വരുന്നു, രണ്ട് കൈവഴികളായിട്ട് വേർപിരിയുന്നു. അപ്പോൾ R1 ഒഴുകുന്ന കറണ്ട് ഏത് കറണ്ടാണ്? I1 കറൻറ്റാണ്. R2 I2 ആണ്. വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ കാര്യങ്ങൾ നിങ്ങൾ അടയാളപ്പെടുത്തിയാൽ പിന്നെ ഒരു ടെൻഷനും ഇല്ല. നമ്മൾ കാണാൻ പോകുന്ന ആരെയാണ്? I1-നെയാണ്. നോക്കൂ മക്കളെ, I എന്ന് പറഞ്ഞ ഇക്വേഷൻ ഏതാണ്? V/R ആണ്. പക്ഷെ കാണേണ്ടത് ആരെയാണ്? I1-നെയാണ്, ശരിയല്ലേ? I1 എന്ന് പറയുന്ന ആള് ആരോടൊക്കെയാണ് റിലേറ്റ് ആയി കിടക്കുന്നത്? നോക്കൂ, I എന്ന് പറഞ്ഞാൽ V/R ആണെങ്കിൽ I1 എന്ന് പറഞ്ഞാൽ Vയും R1ഉം ആയതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക? V/R1 എന്നാണ് ഇക്വേഷൻ കിട്ടുക. നേരെ വാല്യൂ കൊടുക്കാം. V എത്രയാണ്? നമുക്ക് തന്നു 6 വോൾട്ട് ആണ്. R1 എത്രയാണ്? 10 ഓം ആണ് അല്ലേ. സോ 6/10 ആണ് കിട്ടുന്നത്. 6/10 എന്ന് എത്രയാണ്? 0.6 ആംപിയർ ആണ്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചോദ്യം. ഇതിനാണ് മക്കൾ കൺഫ്യൂഷനായി കുത്തിരിക്കാറുള്ളത്. ഇനി അങ്ങനെ കുത്തിരിക്കേണ്ട കേട്ടോ. ഇനി സീരീസ് നമുക്ക് നോക്കാം. ഇവിടെ എന്താ ചോദ്യം? ഇവിടെ സഫലപ്രതിരോധം ചോദിച്ചിട്ടുണ്ടല്ലേ, എഫക്റ്റീവ് റെസിസ്റ്റൻസ്. നോക്കൂ, പാരലാം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? പാരലാം ഇക്വേഷൻ എങ്ങനെയാണ്? R1 R is equal to R1 R2 by R1 plus R2 ആണ്. സോ എന്ത് കിട്ടും? 10 into 20 divided by 10 plus 30 ആയിരിക്കും. 10 plus 20 ആയിരിക്കും. സോ നമുക്ക് 200 by 30 എന്ന് കിട്ടും. ഇതോ കട്ട് ചെയ്ത് പോയിക്കും നമുക്ക് എത്ര കിട്ടുക? ഇത് 6 3 18 6.666 ഇങ്ങനെ പോകും. ഇത്രയും ഓമാണെന്ത്? സഫല പ്രതിരോധം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ വളരെ സിമ്പിളാണത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ശ്രേണി രീതിയിൽ സീരീസ് ആവുമ്പോൾ എന്താ കാണാൻ ചോദിച്ചത്? വോൾട്ടേജ് ഏതിലൂടെയുള്ള? R1-ലൂടെയുള്ള. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം കറണ്ട് അടയാളപ്പെടുത്തി വെക്കും. ഇവിടെ രണ്ട് വയറൊന്നുമില്ല, ഒറ്റ വയറേ ഉള്ളൂ. സോ R1 കൂടി I കറണ്ടാണ് പോവുക, R2-ലൂടെയും I കറണ്ടാണ് പോവുക. കറണ്ട് തുല്യമാണെങ്കിൽ വോൾട്ടേജ് എന്താവും മക്കളെ? വോൾട്ടേജ് ഡിഫറൻ്റ് ആവും. V1 വോൾട്ടേജും V2 വോൾട്ടേജാണ് പോവുക. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? V1 അല്ലേ, V1 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ V1 കണ്ടുപിടിക്കേണ്ടതുണ്ട് മക്കളെ. V-ക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? V-ക്കാനുള്ള ഇക്വേഷൻ I into R ആണ്, ശരിയല്ലേ? പക്ഷെ കാണേണ്ട ആളാരാണ്? V1 ആണ്. V1 എന്ന് പറയുന്ന ഇയാൾ ആരൊക്കെ ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്? I-നെയും R1-നെയും. അപ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടുക? V1 is equal to I into R1 എന്നല്ലേ കിട്ടുക, ശരിയാണ്. അപ്പോൾ നമ്മൾ വാല്യൂ കൊടുക്കാൻ നോക്കുന്ന സമയത്ത് ആരില്ല? I ഇല്ല.
അപ്പോൾ ഐ കണ്ടുപിടിക്കണ്ടേ? സോ ഐ കാണുന്ന ഇക്വേഷൻ എന്താണ്? I1 അല്ല കണ്ടത്, ഐ ആണ്. സോ ഐ ഈസ് ഈക്വൽ ടു V/R ആണ്. എത്രയാണ് വോൾട്ടേജ്? 6 വോൾട്ട് ആണ്. ആർ എത്രയാണ്? ആർ എന്ന് പറഞ്ഞാൽ 10 ആണോ? അല്ല. 20 ആണോ? അല്ല. പിന്നെന്താണ്? ആർ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്, ടോട്ടൽ ആർ ആണ് അല്ലേ? അതെത്താണ്? 10 + 20 കിട്ടും. 20. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 10 + 20 ഷുഡ് ബി 30 എന്നാണ് കിട്ടുക. 6/30 എന്നാണ് കിട്ടുക. 6/30 എന്ന് പറഞ്ഞാൽ 5 എന്ന് എഴുതി വെക്കരുത്. അതെത്രയാണ്? 0.2 ആണ്. എങ്ങനെ കിട്ടിയത്? 6 ഡിവൈഡഡ് ബൈ 30 അല്ലേ? 6ൽ പോവില്ല. 0.02 2 × 30 60. 0.2 ആണ് കിട്ടുക കേട്ടോ. 0.2 ആംപിയർ. സോ കറണ്ട് കിട്ടി. നേരെ അപ്ലൈ ചെയ്യുക. എത്ര കിട്ടും നമുക്ക്? 0.2 ഇൻറ്റു എത്രയാണ് R1? R1 10 ഓം ആണ്. സോ 0.2 × 10 ഷുഡ് ബി 2 വോൾട്ട് എന്ന് ഉത്തരം കിട്ടും. സോ ഈ രീതിയിലാണ് നമ്മൾ ഇത്തരം കണക്കുകൾ ചെയ്യുക. ഇത്തരം കണക്കുകൾക്ക് 2 മാർക്കാണ് ചോദിക്കാറുള്ളത്. അത് മിസ്സാക്കാൻ പാടില്ല. സോ ഈ ചാനൽ ആദ്യമായിട്ട് വരികയാണ്, ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സീ യു നെക്സ്റ്റ് സെഷൻ. ബൈ.